ഇന്നൊരു നെയ്മീൻ കറി വെക്കുവാണേ. അതിന് നെയ്മീനുണ്ട്, അതിൻ്റെ കൂട്ട് ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, ഇത് പിന്നെ രണ്ടാം പാല്, ഇത് ഒന്നാം പാല്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ആദ്യം ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഉള്ളിയും അതിന് നമ്മൾ ആദ്യം വേണ്ടത് ചുവന്നുള്ളിയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുണ്ട്, പച്ചമുളകുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ലോണം നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് വഴറ്റി വരണം. ഇച്ചിരി പുളി ഇടുകയാണേ. പുളിയും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് വഴറ്റും. ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുമ്പോൾ നമ്മൾ ആ പുളിയും കൂടെ നമ്മളങ്ങ് അങ്ങിടും. ഇട്ട് കഴിയുമ്പോൾ അതൊരു ടേസ്റ്റാണ്. പുളിയൊക്കെ ഒന്ന് ഇറങ്ങുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഒക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനത്തെയൊക്കെ രീതികളെ. പിന്നെ ഇനിയിപ്പം നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം, കുരുമുളക് പൊടി ഇടണം. ഇതെല്ലാം കൂടെ നമ്മളങ്ങോട്ട് ഇടും. ഉപ്പുമൊക്കെ ചേർക്കണം. ശകലം മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി ഇടണം, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നന്നായിട്ട് ഇളക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ നമ്മളങ്ങോട്ട് ഇളക്കിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് തക്കാളി ഇടണം. ഇനി തക്കാളി ഇടണം ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് കിടന്നങ്ങ് വെന്തോളും. ഇനി നമ്മൾ ഒന്നാം പാല് അങ്ങ് ചേർക്കുക. ഒന്നാം പാലങ്ങ് ചേർത്ത് നല്ലോണം ആയി കഴിയുമ്പോൾ പതുക്കെ ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ മീനെടുത്ത് അതിനകത്തോട്ട് ഇടണം. ഓരോ കഷ്ണമായിട്ട് അതിനകത്തോട്ട് എടുത്തിടുവാണേ. വെള്ളം ചേർത്ത് പാത്രം ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചാൽ മതി. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇത് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാലിലാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. അത് ഞാൻ വീഡിയോ അത് ഒഴിച്ചപ്പോൾ എൻ്റെ വീഡിയോ അത് കട്ടായിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ. ഇത് രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ നന്നായിട്ട് തിളച്ച് അത് വെന്തിട്ടുണ്ടേ മീൻ കഷ്ണമൊക്കെ. നമ്മൾ ശകലം തേങ്ങാപ്പാലൊഴിച്ച് ഒന്ന് ചൂടായാൽ മതിയേ, തിളയ്ക്കരുതേ. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇരുന്ന് തന്നെ ഒന്ന് ചൂടാകും. നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഒരു ശകലം വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂവണം, കറിവേപ്പില ഇടണം. ഇത്രയേ ഉള്ളൂ സംഭവം. സൂപ്പറല്ലേ?